വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷനാണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടൻസിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 7th സെമസ്റ്റർ ഫാർമസി പ്രാക്ടീസ് എന്ന സബ്ജക്റ്റിൽ ഹോസ്പിറ്റൽ ഫാർമസി ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഹോസ്പിറ്റൽ ഫാർമസി? ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗിൻ്റെ പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, പാക്കേജിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയും കാര്യങ്ങളെ പറ്റി ഡീൽ ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഹോസ്പിറ്റൽ ഫാർമസി. അത് എഡ്യൂക്കേഷനും ഫാർമസ്യൂട്ടിക്കൽ സർവീസസിനുള്ള റിസർച്ചിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണലി കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ഫാർമസിസ്റ്റുകളുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസീൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അതേപോലെ മെഡിക്കൽ സ്റ്റാഫ്സിനെ സപ്പോർട്ട് ചെയ്യുക, ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് ഈ റെക്കോർഡ്സിൻ്റെയും റിപ്പോർട്ട്സിൻ്റെയൊക്കെ ഒരു എഫക്റ്റീവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അത് ഹോസ്പിറ്റൽ ഫാർമസീൻ്റെ ഒരു ഫങ്ഷനാണ്. ഹോസ്പിറ്റൽ അതോറിറ്റീസിനായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസും ഡോക്ടേഴ്സും തമ്മിൽ ഒരു ലയേഷനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുക. അത് ഹോസ്പിറ്റൽ ഫാർമസീൻ്റെ ഫങ്ഷനാണ്. അതേപോലെ ഹോസ്പിറ്റൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ ഫിനാൻഷ്യൽ പ്ലാൻസും ഓപ്പറേഷൻസൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഹോസ്പിറ്റൽസിനെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രോപ്പർ ഇൻവെൻട്രി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതേപോലെ റിസർച്ചിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. റിസർച്ച് പ്രോജക്ട്സിനൊക്കെ ഇനീഷ്യേറ്റ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഫാർമസീൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ തന്നെയാണ്. എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിലൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഏതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയാലും. ഇതൊക്കെ ഹോസ്പിറ്റൽ ഫാർമസീൻ്റെ ഫങ്ഷൻസ് ആണ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. എന്താണ് ഹോസ്പിറ്റൽ ഫാർമസീൻ്റെ ഒബ്ജക്റ്റീവ്സ്? റൈറ്റ് മെഡിക്കേഷൻ റൈറ്റ് ടൈമിന്, റൈറ്റ് ടൈപ്പ്, റൈറ്റ് ഡോസ് അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്. അതായത് ശരിയായ മരുന്ന് ശരിയായ സമയത്ത് ശരിയായ ഡോസിൽ മിനിമം പോസിബിൾ കോസ്റ്റിൽ, കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും മിനിമം കോസ്റ്റിൽ അവൈലബിലിറ്റി എൻഷുവർ ചെയ്യുക. അത് ഹോസ്പിറ്റൽ ഫാർമസീൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവാണ്. അതേപോലെ മെഡിക്കൽ സ്റ്റാഫിനും നഴ്സിനും പേഷ്യൻസിനൊക്കെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ആക്ട് ചെയ്യുക. ഫാർമസ്യൂട്ടിക്കൽ സർവീസസിൻ്റെ ഒക്കെ ഫങ്ഷനിങ് പ്രൊഫഷണലൈസ് ചെയ്യുക. ഡ്രഗ് യൂട്ടിലൈസേഷൻ ഒരു ഡാറ്റ ബാങ്ക് ആയിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. റിസർച്ച് പ്രോസസ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ നോക്കാം. ഹോസ്പിറ്റൽ ഫാർമസീൻ്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം? അത് വിത്തിൻ ഹോസ്പിറ്റൽ പ്രിമൈസസിൽ തന്നെ ആയിരിക്കണം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അവിടെ പേഷ്യൻസിനും സ്റ്റാഫിനൊക്കെ ഈസിലി അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വേണം ലൊക്കേറ്റ് ചെയ്യാൻ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് പ്രിഫറബിളി ലൊക്കേറ്റ് ചെയ്യുന്നത്. എക്സ്പെഷ്യലി ഡിസ്പെൻസിങ് യൂണിറ്റ്, ഡിസ്പെൻസ് ചെയ്യുന്ന യൂണിറ്റ് എക്സ്പെഷ്യലി എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഔട്ട് പേഷ്യൻറ്റ് ഫാർമസി, അതായത് ഒ പി ഫാർമസി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്ലസൻറ്റ് അപ്പിയറൻസ് ആയിരിക്കണം. ഇനഫ് സീറ്റിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം പേഷ്യൻസിന്. അതേപോലെ എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സൊക്കെ ഹെൽത്തിനെയോ ഹൈജീനിനെയൊക്കെ പറ്റിയിട്ടുള്ള എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. മാനുഫാക്ചറിങ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് അഡിക്കേറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. അത് ഓരോന്നും മാനുഫാക്ചർ ചെയ്യാൻ, സൊല്യൂഷൻ ആയാലും ബൾക്ക് പൗഡേഴ്സ് ആയാലും ഓയിൻമെൻറ്റ്സ് ആയാലും പ്രോപ്പർ ആയിട്ടുള്ള അതിനൊരു അഡിക്കേറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഈ മാനുഫാക്ചറിങ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസീനോട് അഡ്ജസൻ്റ് ആയിട്ടായിരിക്കണം, ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെഡിക്കൽ സ്റ്റോറാണ്. ഫാർമസിയിലെ മെഡിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാർമസീനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം. സോഴ്സസ് ഓഫ് മെറ്റീരിയൽ, ഫാർമസി മെറ്റീരിയൽസിനെ റിസീവ് ചെയ്യുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിവിഷനിൽ നിന്നോ ആയിരിക്കും. മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ഫാർമസിയാണ് ഇൻ പേഷ്യൻസിനായാലും ഔട്ട് പേഷ്യൻസിനായാലും, അതായത് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനായാലും ജസ്റ്റ് ഡോക്ടറെ കണ്ടുപോകുന്ന പേഷ്യൻസിനായാലും ഒക്കെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാർമസിയാണ്. ഇനി ഇതിൻ്റെ ഒരു ലേ ഔട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ലേ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അസെപ്റ്റിക് ഏരിയ, മാനുഫാക്ചറിങ് സെക്ഷൻ, ഇവിടെ റോ മെറ്റീരിയൽസിൻ്റെ ഒരു സെക്ഷൻ, സ്റ്റോറ്, പിന്നെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പാസേജ് ആണ്. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനും ഡിസ്പെൻസിങ്ങും ഇതൊരു ഓപ്പൺ സ്പേസ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഹോസ്പിറ്റൽ ഫാർമസീൻ്റെ ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഫെസിലിറ്റീസ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ഫാർമസി. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് വേണ്ടത്? ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ,
ലാർജ് ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ, അതായത് 200 അതിൽ കൂടുതൽ ബെഡ്സൊക്കെ ഉള്ള ലാർജ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഫാർമസി ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യണം. അതായത് ഇൻ പേഷ്യൻറ്റ് സർവീസസിന്, ഔട്ട് പേഷ്യൻറ്റ് സർവീസസിന്, പിന്നെ കോമ്പൗണ്ടിങ് റൂം, പ്രീ പാക്കിംഗ് റൂം, ലേബലിംഗ് റൂം, സ്റ്റോർ റൂം, സ്റ്റെറൈൽ പ്രൊഡക്റ്റ് റൂം, ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ്, ഇതിനൊക്കെ സെപ്പറേറ്റ് ഏരിയാസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ലാർജ് ഹോസ്പിറ്റൽസിൻ്റെ കേസിലാണ് പറയണത്. അടുത്തൊരു റിക്വയർമെൻ്റ് ആണ് ഫ്ലോർ സ്പേസ് റിക്വയർമെൻറ്റ്. മിനിമം 250 സ്ക്വയർ ഫീറ്റ് ഏരിയ എങ്കിലും ഏത് ഹോസ്പിറ്റലിനായാലും ഹോസ്പിറ്റൽ ഫാർമസിക്ക് റിക്വയേർഡ് ആണ്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിരിക്കണം, പെട്ടെന്ന് വാഷ് ചെയ്യാൻ പറ്റണം, ആസിഡ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. വാൾസ് എന്ന് പറയുമ്പോൾ സ്മൂത്ത് ആയിരിക്കണം, ലൈറ്റ് കളേഴ്സ് കൊണ്ട് പെയിൻറ് ചെയ്തിരിക്കണം. പിന്നെ ലൈറ്റിംഗ്, ഫ്ലൂറസൻ ലാംപ്സ് ഒക്കെ പ്രിസ്ക്രിപ്ഷൻ കൗണ്ടറിൻ്റെ എബവ് പ്ലേസ് ചെയ്യണം. വുഡൻ ക്യാബിനറ്റ്സ് ലാമിനേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഫ്ലോർ സ്പേസ് റിക്വയർമെൻറ്റ്സ്. എക്യുപ്മെൻറ്റ് റിക്വയർഡ് എന്തൊക്കെയാണ്? ഈ ഡ്രഗ് സ്റ്റോക്ക് ക്യാബിനറ്റ്സിന് പ്രോപ്പർ ഷെൽഫും ഡ്രോയേഴ്സും വർക്ക് ടേബിൾസും അതേപോലെ ഡിസ്പെൻസിങ്ങിന് കൗണ്ടേഴ്സും മോട്ടർ ആൻഡ് പെസിൽ, പിന്നെ ഗ്ലാസ് യൂട്ടൻസിൽസിനാണെങ്കിൽ സെപ്പറേറ്റ് ക്യാബിനറ്റ്സ്, ഫണൽസ്, ബീക്കേഴ്സ്, റെഫ്രിജറേറ്റർ, ഇതൊക്കെ എക്യുപ്മെൻറ്റ്സ് അവിടെ ആവശ്യമുള്ളതാണ്. നാർക്കോട്ടിക്സ് ആണെങ്കിൽ അത് ഇൻഡിവിജ്വൽ ലോക്ക്ഡ് ഡ്രോയേഴ്സിന് സേഫായിട്ട് പ്ലേസ് ചെയ്യണം. പിന്നെ ഒരു ഓഫീസ് ഡെസ്ക് ഉണ്ടായിരിക്കണം, ടെലിഫോൺ കണക്ഷൻ ഉള്ളതായിരിക്കണം, ഡിസ്പെൻസിങ് വിൻഡോ ഉണ്ടായിരിക്കണം. നേഴ്സസിനായാലും ഔട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു ഡിസ്പെൻസിങ് വിൻഡോ ഉണ്ടായിരിക്കണം. പേഴ്സണൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? എത്ര നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് വേണം എന്നുള്ളത് അവിടുത്തെ വർക്ക് ലോഡിനെയും, അതേപോലെ എത്രത്തോളം പ്രിസ്ക്രിപ്ഷൻ അവിടെ റിസീവ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഡിസ്പെൻസ് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ, അതേപോലെ ഹോസ്പിറ്റൽ ബെഡ് എത്രത്തോളം ഉണ്ട്, മിനിമം സ്റ്റാഫ് ഫോർ ഹോസ്പിറ്റൽ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എത്ര നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് വേണം എന്നുള്ളത് റിക്വയർഡ് ആയിട്ടുള്ളൊരു നമ്മൾ റിക്വയർമെൻറ്റിൽ കണക്കാക്കുന്നത്. ബെഡ് കപ്പാസിറ്റി കൂടുന്തോറും ഫാർമസിസ്റ്റിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ഫാർമസിസ്റ്റിന് പ്രോപ്പറായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇൻ പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേസിലാണെങ്കിൽ ഓവറോൾ ചാർജും ചീഫ് ഫാർമസിസ്റ്റിനായിരിക്കും. ഡ്രഗ് മാനുഫാക്ചറിങ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അഡിക്കേറ്റ് ടെക്നീഷ്യൻസോ അസിസ്റ്റൻസോ ഒക്കെ റിക്വയർഡ് ആണ്. എത്ര നമ്പർ ഓഫ് ഫാർമസിസ്റ്റാണ് വേണ്ടത് നോക്കാം. 50 ബെഡ് ആണുള്ളതെങ്കിൽ 3 ഫാർമസിസ്റ്റ്, 100 ബെഡ് ആണെങ്കിൽ 5 ഫാർമസിസ്റ്റ്, 200 ബെഡ് ആണെങ്കിൽ 8 ഫാർമസിസ്റ്റ്, 300 ബെഡ് ആണെങ്കിൽ 10 ഫാർമസിസ്റ്റ്, 500 ബെഡ് ആണെങ്കിൽ 15 ഫാർമസിസ്റ്റ്. ഇത്രയും നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് ആണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ റിക്വയർഡ് ആയിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട്, ഡയറക്ടർ, പിന്നെ സൂപ്രണ്ടൻ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ്, അത് എംഫാം ആയിരിക്കും. പിന്നെ ഒരു ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമുണ്ട്, ബിഫാം ആണ്. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ഒരു ഫാർമസിസ്റ്റ് ഉണ്ട്, അത് ബിഫാം അല്ലെങ്കിൽ ഡിഫാം. പിന്നെ 2 ഫാർമസിസ്റ്റ് ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട് വേണം, അത് ബിഫാം അല്ലെങ്കിൽ എംഫാം. പിന്നെ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ്. ഇനി ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഫാർമസിസ്റ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡ്രഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് പർച്ചേസ്, ഡ്രഗ്സ്, കെമിക്കൽസ്, ബയോളജിക്കൽസ്, ഇതിൻ്റെയൊക്കെ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, അതേപോലെ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിൻ്റെയും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതൊരു ഫംഗ്ഷൻ ഓഫ് ഫാർമസിസ്റ്റാണ്. മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഒരു ഫാർമസിസ്റ്റിൻ്റെ ഫംഗ്ഷനാണ്. ഏത് മെഡിക്കേഷൻസ് ആയാലും ട്രാൻസ്ഫ്യൂഷൻ ഫ്ലൂയിഡ്സോ, പാരൻ്റൽ പ്രൊഡക്ട്സ്, ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾസ്, ഓയിൻമെൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ ഫാർമസിസ്റ്റിൻ്റെ ഫംഗ്ഷനാണ്. ഡിസ്പെൻസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഡ്രഗ്സിനെ ഡിസ്പെൻസ് ചെയ്യുക എന്നുള്ളതൊരു ഫാർമസിസ്റ്റിൻ്റെ ഫംഗ്ഷനാണ്. പാരൻ്റൽ ഫോമുലേഷൻസ് ആണെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റോർ മാനേജ്മെൻറ്റ്, ഡ്രഗ്സിൻ്റെ പർച്ചേസ് അതൊക്കെ മാനേജ് ചെയ്യുക, പ്രോപ്പർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, എക്സ്പയർഡ് ഡ്രഗ്സിനെ ഡിസ്കാർഡ് ചെയ്യുക, മിസ്സിംഗ് ലേബിൾസ് ഒക്കെ ഉള്ള ഡ്രഗ്സിനെ ഡിസ്കാർഡ് ചെയ്യുക, ഡ്രഗ് ഇൻഫോർമേഷൻ ആൻഡ് പേഷ്യൻ്റ് കൗൺസിലിംഗ്, ഡ്രഗ് ഇൻഫോർമേഷൻ സെൻറ്ററിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക, പേഷ്യൻ്റ് കൗൺസിലിംഗ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും പേഷ്യൻസും തമ്മിലൊരു ലയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ടീച്ചിങ് ആൻഡ് റിസർച്ചിൽ സപ്പോർട്ട് ചെയ്യുക, ഇത് ഹോസ്പിറ്റൽ ടീച്ചിങ്ങിനും റിസർച്ച് പ്രോഗ്രാംസിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ഫാർമസിസ്റ്റിൻ്റെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസി ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷനിൽ നോക്കാനുള്ളത്. എന്താണ് ഹോസ്പിറ്റൽ ഫാർമസി, ഹോസ്പിറ്റൽ ഫാർമസീൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ലൊക്കേഷൻ, ലേ ഔട്ട്, ഫെസിലിറ്റീസ് റിക്വയർഡ്, അതിൽ ഫ്ലോ സ്പേസ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, എക്യുപ്മെൻറ്റ് റിക്വയർഡ് ഉണ്ട്, പിന്നെ പേഴ്സണൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ആണ്, ഇതൊക്കെ നമ്മൾ നോക്കി. ഇപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടും ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഫാർമസിസ്റ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്.
ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ടോപ്പിക് ഇത്രയാണ് നമുക്ക് എഴുതാനുള്ളത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. Until then, happy learning.